തൃക്കാക്കര KMM കോളേജ്. അവിടെ NCC ക്യാമ്പ് നടക്കുന്നുണ്ട്. മറ്റ് സ്കൂളിലുള്ള കുട്ടികളാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ഭക്ഷ്യവിഷബാധയേറ്റു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. മാതാപിതാക്കളും നാട്ടുകാരും കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. NCCയിലെ സൈനിക അധ്യാപകരിൽ നിന്ന് തങ്ങൾക്ക് മർദ്ദനം നേരിട്ടതായി ഒരു വിഭാഗം കുട്ടികളും ആരോപിച്ചു. NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിലാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. വൈകിട്ടോടെ പലരും തളർന്നു വീണു. തലകറക്കവും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 72 കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. ഭക്ഷ്യവിഷബാധ എന്ന സംശയം ഫലപ്പെട്ടു. കുട്ടികൾ കുടിക്കാൻ ഉപയോഗിച്ചത് കോളേജ് വളപ്പിൽ തന്നെയുള്ള കിണറിലെ വെള്ളമാണ്. ഉച്ചഭക്ഷണത്തിന് കഴിച്ച സാമ്പാറിൽ നിന്നാകാം രോഗം പടർന്നതെന്നും സംശയമുയർന്നു. അഴുക്കുചാലിന് സമീപത്ത് വെച്ച് തന്നെയായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. കളമശ്ശേരിയിലും തൃക്കാക്കരയിലുമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം. കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആശങ്കയോടെ മാതാപിതാക്കൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി KMM കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എത്തി. കുട്ടിക്ക് വയ്യാന്ന് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഭക്ഷണത്തിന്റെ മോശമായിരിക്കണമല്ലോ, അല്ലാതെ എങ്ങനെ വരണത്? ഇത് പറയേണ്ടത് അവരാണ്. നമുക്കറിയില്ല എന്താണ് കഴിച്ചതെന്നും എന്താ കൊടുത്തതെന്നും പറയേണ്ടത് അവരാണ്. ഭക്ഷണം നല്ലതല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് കുട്ടികൾ. ഭക്ഷ്യവിഷബാധ എന്നതിന് പുറമെ മറ്റു ചില സംശയങ്ങളിലേക്ക് കൂടി വഴിവെക്കുന്ന സാഹചര്യങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. കുട്ടികളെ കാണാതെ പരിഭ്രാന്തരായ രക്ഷിതാക്കൾ ഗേറ്റ് തള്ളി തുറന്ന് കോളേജിലേക്ക് ഇടിച്ചു കയറി. കോളേജ് കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ വിളിച്ചിറക്കി. ക്യാമ്പിനുള്ളിൽ കുട്ടികൾക്ക് മർദ്ദനമേറ്റുവെന്ന ആരോപണവും ഉയർന്നു. ഹോസ്പിറ്റലിൽ പോകാൻ കുറേ നേരം 3 പ്രാവശ്യം അവന്മാർ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. അവന്മാരെ കണ്ടീഷൻ വളരെയധികം ബാഡായിരുന്നു. എന്നിട്ടും അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടില്ല. ഛർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് തളർന്നോണ്. വെള്ളമൊന്നും കുടിക്കാത്തോണ്ടാന്ന് പിള്ളേർ. ഇവിടെ ഇല്ല, കുടിക്കാൻ വെള്ളം കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. പിന്നെ അവിടെ NCC ഇവിടെ നടത്തുന്നപ്പോ NCC എന്തിനാ നടത്തുന്നത്? ഒരു കുന്തമില്ല അവിടെ. അതിനിടെ പുറത്തുനിന്നും വന്ന SFI നേതാക്കൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഭാഗ്യലക്ഷ്മി പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന മുറികളിലേക്ക് കയറിച്ചെന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി വിദ്യാർത്ഥിനികളും ആരോപിച്ചു. ഇതേ തുടർന്ന് വിദ്യാർത്ഥിനികളും SFI നേതാക്കളും തമ്മിൽ തർക്കമായി. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് NCC അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു. ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ മാസം 29 വരെ തുടരേണ്ടിയിരുന്ന ക്യാമ്പ് പിരിച്ചുവിട്ടു. 24 കൊച്ചി.